വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിൽ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ വന്ന 1-2 ചെറിയ തെറ്റുകളെ തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ എപ്പിസോഡിൽ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം അത് കാണുന്നില്ല എന്ന് അറിയാതെ പറഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ അത് കാണുന്നുള്ളൂ എന്നതിന് പകരം അതിനുശേഷം ആ അടയാളത്തെക്കുറിച്ച് വിവരിച്ച് ഞാൻ പഠിപ്പിക്കുന്നുമുണ്ടല്ലോ. അത് തിരുത്തി മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന ബെത്സേത്ത കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന തളർവാത രോഗിക്ക് യേശു സൗഖ്യം നൽകുന്നിടത്ത് ആ സുവിശേഷ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഇത് യേശു പ്രവർത്തിച്ച അടയാളം സാപത്തിലായിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രതിയോഗികൾ അതിനോട് മറുതലിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞ മറുപടി സമാന്തര സുവിശേഷങ്ങൾ പറഞ്ഞ ടെക്സ്റ്റാണ് ഞാൻ കോട്ട് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നിടത്ത് യേശു പറയുകയാണ്, എൻ്റെ പിതാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, അപ്രകാരം പ്രവർത്തിക്കുന്നു. പ്രവൃത്തി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് പ്രവർത്തിച്ച ഈ അത്ഭുതം അല്ലെങ്കിൽ അടയാളം അത് സാധൂകരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് പുത്രനും ചെയ്യുക. പ്രവൃത്തി എന്നുള്ളതിന് ഗ്രീക്കിൽ എർഗോൺ, പ്രവൃത്തികൾ എന്നുള്ളതിന് ഏർഗ എന്നാണ്. അതുകൊണ്ട് ഈ പിതാവിൻ്റെ പ്രവൃത്തി സൃഷ്ടികർമ്മം മാത്രമല്ല, അതുപോലെ തന്നെ അതിൻ്റെ സാൽവേഷനും പ്രിസർവേഷനും പിതാവിൻ്റെ പ്രവൃത്തി തുടരുന്ന പ്രവൃത്തികൾ തന്നെയാണ്. അതിൽ പങ്കുചേരുകയാണ് സത്യയിൽ പങ്കുചേരുന്ന യേശു. അതുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി തന്നെ പുത്രനും തുടരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഓരോ അത്ഭുതവും അടയാളവും ചെയ്യുന്നത്. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന ഭാഗത്ത് പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോഴും പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തിയിലെ അവരുടെ തുല്യത, അവരുടെ തുടർച്ച പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സാപത്ത് ലംഘനമായി ദൈവദൂഷണമായി അവർ പറഞ്ഞു വന്നവരെ യേശു തിരുത്തി കൊടുക്കുന്നത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് തിരുത്തി മനസ്സിലാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ യേശു അതിനെക്കുറിച്ച് പറയും. യേശു തന്നെ നല്ല ഇടയനായി അവതരിപ്പിക്കുമ്പോൾ അതിന് പഴയ ഉടമ്പടി ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം എന്നാണ്. അത് തിരുത്തി 34 എന്ന് വായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 4-ാം എപ്പിസോഡിലേക്ക് നാം കിടക്കുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളായി യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ നമ്മളതിനെ കണ്ടു. 7 അടയാളങ്ങളാണ് യോഹന്നാൻ്റെ അവതരണത്തിൽ യേശു പ്രവർത്തിച്ചത്. 1, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം. 2, രാജസേവകൻ്റെ മകനെ സുഖമാക്കിയ സംഭവം. 3, തളർവാത രോഗിയെ യേശു സുഖപ്പെടുത്തിയ സംഭവം. 4, 5 അപ്പം കൊണ്ട് 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ സംഭവം. 5 വെള്ളത്തിന് മീതെ യേശു നടന്ന സംഭവം. 6 അന്ധന് കാഴ്ച നൽകിയ സംഭവം. 7 ലാസറിനെ ഉയർപ്പിച്ച സംഭവം. ഇങ്ങനെ 7 അടയാളങ്ങൾ 4-ാം സുവിശേഷകൻ പറയുന്ന ഭാഗം
അടയാളങ്ങളുടെ പുസ്തകം എന്ന പേരിൽ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നു. അതിനെ നാം കണ്ടു കഴിഞ്ഞു. ഇനിയും അടുത്തത് മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്ക് നാം കിടക്കുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ അടുത്ത ഭാഗമാണത്. മഹത്വത്തിൻ്റെ പുസ്തകം എന്ന് കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നാം പറയുകയാണ്. ആ പീഡാനുഭവ യാത്ര, അതിലുള്ള ഒരുക്കം മുതൽ ഈ മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന സംഭവം മുതലാണ് ഈ മഹത്വത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഈ സംഭവം യോഹന്നാൻ അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകമായ അർത്ഥവ്യാപ്തി നൽകുന്നുണ്ട്. അത് സാധാരണ നാം മനസ്സിലാക്കുന്ന എളിമയുടെ ഒരു പ്രവർത്തനം എന്നതിലുപരിയായിട്ട് ദൈവശാസ്ത്രപരമായി ഈ പാദം കഴുകൽ സംഭവം, ശിഷ്യന്മാരുടെ പാദം കഴുകിയ സംഭവത്തെ നാം മനസ്സിലാക്കുന്നു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. തൻ്റെ സമയം, ദി അവർ ഓഫ് ജീസസ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ് യോഹന്നാന്. തൻ്റെ മഹത്വീകരണത്തിനുള്ള സമയം അത് തിരിച്ചറിഞ്ഞ യേശു തനിക്ക് സ്വന്തമായവരെ, തൻ്റെ ശിഷ്യന്മാരെ അവിടുന്ന് സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മരണം വരെ സ്നേഹിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. തേളോസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം അതിൻ്റെ മാക്സിമത്തിൽ അവർ സ്നേഹിച്ചു. അവസാനത്തെ ഒരു സമയം എന്നുള്ളതിലുപരി അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലവ്, എങ്ങനെ യേശു സ്നേഹിച്ചു, ജീവൻ കൊടുത്തുകൊണ്ടാണ്. ഒരു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിലും വലിയ സ്നേഹമില്ലെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് മരിച്ചുകൊണ്ടാണ്, കുരിശിൽ മരിച്ചുകൊണ്ടാണ് കർത്താവ് അവരെ സ്നേഹിച്ചത്. അതാണ് പറയുന്നത്, അവരെ അവസാനം വരെ സ്നേഹിച്ചു. എന്നിട്ട് പറയുകയാണ്, അത്താഴ സമയത്ത് പിശാച് ശിമിയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള ചിന്ത തൻ്റെ ശിഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകുകയാണ്. അതിനുശേഷം കർത്താവ് ചെയ്യുന്നൊരു പ്രവൃത്തി, തൻ്റെ എല്ലാം പിതാവ് സകലതും തന്നെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണെന്നും അവൻ അറിഞ്ഞു. അത്താഴത്തിൽ പങ്കെടുക്കുകയാണ്. അത്താഴത്തിൻ്റെ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ യേശു തൻ്റെ ഈ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന സംഭവം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവ് തൻ്റെ മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ ചുറ്റി, അതുപോലെ ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് അവരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരുടെ പാദങ്ങൾ കഴുകി അവസാനം പത്രോസിൻ്റെ പാദം കഴുകുവാൻ വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, പത്രോസ് വിലക്കി, നിനക്ക് എൻ്റെ പാദം കഴുകരുത്, നീ എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിനോട് യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. നീ ഇത് അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് പത്രോസ് കയറി നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. യേശുവിന് പീഡാനുഭവം ഉണ്ടാകരുത്, മരണം ഉണ്ടാകരുതെന്ന് വിലക്കി പറയുന്ന ശിഷ്യശ്രേഷ്ഠൻ പത്രോസ്. ആ പത്രോസിനോട് കർത്താവ് അവിടെ പറഞ്ഞത്, സാത്താനെ നീ എൻ്റെ പുറകിൽ പോകുക, നിൻ്റെ ചിന്ത ദൈവികമല്ല, നിൻ്റെ ചിന്ത മാനുഷികമാണ് എന്ന് അവനെ തിരുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അതിന് പകരം മറ്റൊന്നാണ്, അവൻ്റെ പാദം കഴുകുവാൻ ചെല്ലുമ്പോൾ അവൻ കർത്താവിനെ വിലക്കി. അപ്പോൾ പറയുകയാണ്, നീ സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. മേറോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. മേറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പങ്ക് അല്ലെങ്കിൽ പാർട്ട് എന്നാണ്. അത് ഹെലേക്ക് എന്ന് പഴയ ഉടമ്പടിയിൽ പറയും. അവകാശം ഇല്ല, നിനക്ക് എന്നോടുകൂടി അവകാശമില്ല. യേശുവിനോടൊപ്പം അവകാശം എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അന്ത്യം അവനും ലഭിക്കുക. മരണമാണ് യേശുവിനെങ്കിൽ അവനും അത് ലഭിക്കണം. അതുകൊണ്ട് കുരിശുമരണം ഭരിച്ച യേശുവിൻ്റെ അതേ അന്ത്യം തന്നെയാണ് പത്രോസിന് പിൽക്കാലത്ത് കിട്ടുന്നത്. ആ പത്രോസിനെ കുരിശ് തൂക്കുവാനായിട്ട് അവർ വിധിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, എന്നെ നേരെ തൂക്കരുത്, എൻ്റെ ഗുരുവിനെ പോലെ എന്നെ തൂക്കരുത്, അതുകൊണ്ട് എൻ്റെ തലകീഴായി കുരിശിൽ തൂക്കണം. അങ്ങനെയാണല്ലോ പത്രോസ് തൂക്കപ്പെട്ടത്. ഇതുപോലെ പത്രോസിനോട് പങ്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഈ സംഭവം, ഈ കാലുകഴുകൽ സംഭവം, അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എൻ്റെ കാല് മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ എൻ്റെ ശിരസ്സും എൻ്റെ കൈകളും എല്ലാം കഴുകുക എന്ന് പത്രോസ് ഏറ്റു പറയുന്നു. പത്രോസിന് പങ്ക് വേണം. പത്രോസിന് യേശുവിനോട് കൂടി പങ്കില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സംഭവത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം നമ്മൾ സാധാരണ കാണുന്നത് പോലെ കർത്താവ് ഒരു എളിമയുടെ കാര്യം ചെയ്തു, അവരുടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാനിത് ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യാൻ യേശു പറഞ്ഞു. അതൊക്കെ സത്യം തന്നെ.
പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പ്രാഥമികമായ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തിലേക്കുള്ള ഒരു സൂചനയാണിത്, അതിൻ്റെ നന്ദിയാണിത്. അതുകൊണ്ട് ഈ കാലുകഴുകൽ യേശുവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് സഹനത്തിൻ്റെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ മുന്നാസ്വാദനമാണ്. അവിടെയാണ് ഒരു കർത്താവ് പങ്കില്ല എന്ന് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ കാണുക. അവിടെയാണ് ആ പീഡാസഹനം വരാതിരിക്കുവാനാണ്, അതാണ് പത്രോസ് വിലക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ വ്യാഖ്യാനം ദൈവശാസ്ത്രപരമായിട്ട് 4-ാം സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുക്കേണ്ടത് ഇപ്രകാരമുള്ള പീഡാനുഭവത്തിന് മുന്നാസ്വാദനമാണ് ഈ കാലുകഴുകൽ സംഭവം. 2, നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെ ഒരു ഗുരു ശിഷ്യന്മാരുടെ കാല കഴുകുക എളിമയുടെ വലിയ ഒരു അടയാളമാണ്. 3, കഴുകുക, ശുദ്ധീകരിക്കുക, ക്ഷാളനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ ഒരു കഴുകിക്കളയലായിട്ടാണ് മനസ്സിലാക്കുക. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ. ഹൈന്ദവ മതങ്ങളിൽ പാപം കഴുകിക്കളയുന്ന ഒരു അനുഭവം അതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ അടുത്ത് കുളമുള്ളത്. കുളത്തിൽ കുളിച്ചിട്ട് ഈർന്നടിഞ്ഞു വന്നാണ് അവർ പ്രാർത്ഥിക്കാൻ വരിക. ക്രിസ്ത്യാനികൾ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരിക. ഈ മുസ്ലിം മതത്തിൽപ്പെട്ടവർ, ഇസ്ലാം മതത്തിൽപ്പെട്ടവർ അവരുടെ പ്രാർത്ഥനാലയത്തിൻ്റെ തൊട്ടടുത്ത് വെള്ളം ടാങ്കിൽ പിടിച്ചിട്ടിരിക്കുക, കാലും മുഖവും കൈയും കഴുകിയാണ് കയറുന്നത്. അപ്പോൾ ശുദ്ധീകരണം ഒരു പാപമോചനത്തിൻ്റെ ബാഹ്യമായ ഒരു അടയാളമാണ്. ഇവിടെയും ഈ കാലുകഴുകൽ ശുശ്രൂഷയെ നമ്മൾ കാണുമ്പോൾ ഈ 3 വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ട്. ഈ 3 വ്യാഖ്യാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് പീഡാനുഭവത്തിലേക്ക് കടക്കുന്ന യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു സംഭവമായിട്ട് കാലുകഴുകലിനെ സുവിശേഷൻ അവതരിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് പറയുന്നു. അവർ അന്ത്യ അത്താഴത്തിൽ പങ്കെടുക്കുകയാണ്. യേശു പറയുന്നു, എന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കും. അതാരാണ് എന്ന് ശിഷ്യന്മാർ പരസ്പരം ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നുണ്ട്, യേശുവിനോട് ചോദിക്കുന്നത് യേശുവിൻ്റെ അടുത്ത് നെഞ്ചോട് ചേർന്നിരിക്കുന്നവനാണ്. പത്രോസ് വലിയ ശിഷ്യഗണത്തിൻ്റെ തലവനാണെങ്കിലും പത്രോസിനത് മനസ്സിലാവുന്നില്ല. പത്രോസ് ഈ ശിഷ്യനോട് ചോദിക്കുന്നു, ആരാണെന്ന് ചോദിക്കുന്നു, എന്നെ ഒറ്റുന്നത് എന്ന് ചോദിക്കുന്നു. അവരാരുമല്ല, താൻ ആർക്ക് അപ്പം മുറിച്ച് കൊടുക്കുന്നുവോ അവരാണ്. അപ്പോൾ എന്നിട്ട് യൂദാസിനാണ് കൊടുത്തത്. അപ്പോൾ യൂദാസാണെന്ന് പറയുന്നു. ആ സമയം തന്നെ അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ രാത്രിയായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. രാത്രി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിക്കോദിമോസ് വന്നതുപോലെ രാത്രി എന്ന് സുവിശേഷത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം വിശ്വാസമില്ലായ്മ. യേശുവിൽ നിന്ന് അകന്നു, അവനെ പിശാച് അവനെ കൊണ്ടുപോയി. അതിൻ്റെ അർത്ഥം അതാണ്. അപ്രകാരം ഒറ്റുവാനായിട്ട് പോയ യൂദാസ്. അപ്പോൾ യൂദാസ് പണം സൂക്ഷിച്ചിരുന്നവനാണെന്നാണ് അവനെക്കുറിച്ച് പറയുക. അതുകൊണ്ട് അവനെന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോയതാണെന്നാണ് ചിലർ കരുതിയത്. യേശുവിനെ ഒറ്റാൻ പോയി എന്ന് പിന്നീടാണത് മനസ്സിലാക്കുക. ഇതാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുവാനുള്ളത്. അത് കഴിഞ്ഞ് കർത്താവ് പുതിയ പ്രമാണം അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ വലിയൊരു പ്രമാണം കർത്താവ് കൈമാറുകയാണ് ഈ സുവിശേഷ ഭാഗത്തുകൂടി. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതരാണെന്ന് ലോകം അറിയണം. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര പരസ്പര സ്നേഹമാണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. പരസ്പര സ്നേഹം, നമ്മളുടെ സ്നേഹം കണ്ടിട്ട് വേണം മറ്റുള്ളവർ നമ്മളെ ക്രിസ്ത്യാനിയാണെന്നറിയാൻ. പലപ്പോഴും നമ്മളത് മറന്നുപോയിട്ടാണ് ജീവിക്കുക. കർത്താവിൻ്റെ ഈ വാക്കുകൾ ഇവിടെ വളരെ അന്വർത്ഥമാണ്. 13-ാം അധ്യായത്തിൽ 31 മുതലുള്ള വചനഭാഗത്ത് ഈ വലിയ പുതിയ കൽപ്പന, സ്നേഹത്തിൻ്റെ കൽപ്പന കർത്താവ് തരുന്നു. അതിനുശേഷം കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്നെ തള്ളിപ്പറയും, നീ എന്നെ കോഴി കൂവുന്നതിന് 3 പ്രാവശ്യം തള്ളിപ്പറയും, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് വീമ്പ് പറയുന്ന പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നീ എന്നെ ത്യജിക്കും, നീ എന്നെ തള്ളിപ്പറയും. അത് സംഭവിക്കുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നുമുണ്ട്. ഇതാണ് 13-ാം അധ്യായം. 14-ഉം 16-ഉം അധ്യായങ്ങൾ നമ്മൾ ആമുഖ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മ ശാസ്ത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പരിശുദ്ധാത്മ ശാസ്ത്രമാണ് 14-ഉം 16-ഉം അധ്യായങ്ങൾ. അത് ഒരു ആവർത്തനമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവത്തിൻ്റെ അരൂപിയാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ അസ്വസ്ഥമാകണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു, അവർ വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറയുവാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോയാൽ മാത്രമേ സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയുള്ളൂ. ഞാൻ പോയെങ്കിലേ പരിശുദ്ധ ദൈവത്തിൻ്റെ അരൂപി നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബലപ്പെടുത്തുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെയും ഒന്ന് കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരൊക്കെ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ പോകുന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ വാസസ്ഥലത്തോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇപ്രകാരം നമ്മൾ കർത്താവിൻ്റെ ഭവനത്തിൽ നമ്മൾ വാസം ഉറപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്രകാരം പിതാവിങ്കിലേക്കുള്ള വഴി, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളും എൻ്റെ പിന്നാലെ വരുമെന്ന് പറയുമ്പോൾ
വഴി ഞങ്ങൾക്കറിയില്ലെന്ന് പറയുന്ന തോമസ് ലീഹ. ഈ തോമസ് നിഷ്കളങ്കനാണ്. തോമസ് പറയുന്നു, സത്യം മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും അറിയാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തോമസ് പറഞ്ഞു, പിതാവേ എനിക്ക് വഴി അറിയില്ല. ഗുരു, ഞങ്ങൾക്ക് നീ എവിടേക്ക് പോകുന്നുവെന്ന് അറിയത്തില്ല, പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈ ലോകത്തിലേക്ക് ഉള്ള സനാതനമായ ഒരു പഠിപ്പിക്കൽ യേശു നടത്തുവാൻ വഴിയൊരുക്കിയത് ഇവൻ്റെ ഈ അറിവില്ലായ്മയാണ്. ഈ തോമസിന് അറിവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് യേശു അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യേശുവാണ് വഴി, പിതാവിങ്കിലേക്കുള്ള വഴി. യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ. ഈ വലിയ പഠിപ്പിക്കലിന് കളമൊരുക്കിയ ഈ തോമസിൻ്റെ വാക്കുകൾ. അപ്പോൾ പീലിപ്പോസ് പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന് യേശു പറഞ്ഞു. പിതാവും ഞാനും ഒന്നാണ്. പിതാവും വചനം ദൈവമായിരുന്നു. നമ്മളാദ്യം പറഞ്ഞു, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. ഇതുപോലെ തന്നെ പിതാവിനെ കാണുന്നവൻ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഈ ത്രിത്വത്തിൻ്റെ ഐക്യം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പീലിപ്പോസ് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമേ. യേശു പറഞ്ഞു, ഈ കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസ് നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ എനിക്ക് കാണിച്ചു തരാൻ നീ ആവശ്യപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള സഹവാസത്തെ, കൂട്ടായ്മയെ യേശു അവതരിപ്പിക്കുകയാണ്. പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെന്ന് യേശു വ്യക്തമാക്കി കൊടുക്കുന്നു. എന്നൊരു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു സഹായകനെ നിങ്ങൾക്ക് അയക്കും, ഒരു ഹെൽപ്പർ, അഡ്വക്കേറ്റ്. നമ്മൾ വക്കീൽ നമ്മുടെ അഡ്വക്കേറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകും. സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഈ ലോകത്തിന് ചിന്ത വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ ഒരുക്കണം. കർത്താവ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞതിനപ്പുറം പഠിപ്പിക്കാനില്ല, ഞാൻ പറഞ്ഞതിൽ നിങ്ങളെ പഠിപ്പിച്ച് ആഴപ്പെടുത്തും. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുക എന്ന് കർത്താവ് പറയുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്താണ് എന്ന് കൃത്യമായി യേശു 4-ാം സുവിശേഷത്തിലൂടെ പറഞ്ഞു തരുന്നൊരു അധ്യായമാണ് 14-ാം അധ്യായം. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശു യഥാർത്ഥ മുന്തിരിച്ചെടിയാണ്, നമ്മളൊക്കെ ശാഖകളാണ്, പിതാവ് ആ കൃഷിക്കാരനാണ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഉപമയല്ല എങ്കിലും ഒരു രൂപകം കർത്താവ് അവതരിപ്പിക്കുകയാണ്. ഉപമ എന്ന് പറയുമ്പോൾ അത് താരതമ്യപ്പെടുത്തി പറയണം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി പോലെയാണെന്ന് പറയണം. ഇവിടെ പറയുന്നത് ഞാൻ മുന്തിരിച്ചെടി തന്നെയാണ്, ഞാൻ നല്ല ഇടയനാണ്. കർത്താവിൻ്റെ ഈ സുവിശേഷത്തിൽ ഒരിക്കലും ഉപമകൾ പറയുന്നില്ല. ഈ സുവിശേഷത്തിൽ രൂപകങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ചെടി, മുന്തിരി ആവുന്ന മുന്തിരിയുടെ താഴ്ത്തടി, അതിൻ്റെ കൃഷിക്കാരൻ പിതാവാണ്. അതുപോലെ തന്നെ ആ തായ്തടി യേശുവാണ്. നമ്മളൊക്കെ അതിൻ്റെ ശാഖകളാണ്. നമ്മുടെ ശാഖകളോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കണം. നമ്മൾ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മൾ വെട്ടിയൊരുക്കുമെന്ന് പറയുന്നു. ഒരുക്കി കൂടുതൽ ഒട്ടും ഫലം തരാത്തതിനെ തീയിലിടും എന്ന് പറയുന്നു. അപ്രകാരം നമ്മൾ ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് അവിടുന്ന് പറയുകയാണ്. യേശുവിൽ വസിക്കാൻ അവിടുന്ന് പറയുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ നമ്മൾ വിളിക്കുന്നു. യേശുവിൻ്റെ വചനത്തിൽ വസിക്കുവാൻ നമ്മൾ വിളിക്കുന്നു. അത് ഈ വാസം, കർത്താവിനോടുള്ള ഈ വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ചിന്തയാണ് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ഈ രൂപകത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. ഈ ഭാഗത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ മുന്തിരിച്ചെടി ശാഖ എന്നുള്ള രൂപകം അതിൻ്റെ അർത്ഥത്തിൽ 3 തരത്തിലുള്ള വാസത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. 2-ാം ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ ഇതിൻ്റെ പ്രായോഗികമായ ഒരു കാര്യമാണ്. ഈ വാസം എന്ത് രീതിയിലേക്ക്, ഈ സഹവാസം നമ്മുടെ സ്നേഹബന്ധത്തിലേക്ക് വളരുന്നു. യേശു ശിഷ്യന്മാരെ സ്നേഹിതരെന്ന് വിളിക്കുകയാണ്. 3 കാരണങ്ങളാണ് സ്നേഹിതർ. ഒന്ന്, അതിൽ യേശു പറയുന്നു, ഒരു സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിലും വലിയ സ്നേഹമില്ല. അത് യേശു തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി. അതുപോലെ ഞാൻ നിങ്ങളെ ഇനി ദാസരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാൻ ചെയ്യുന്നതെന്ന് ദാസർ അറിയുന്നില്ല, മറിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കുന്നു. കാരണം ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹിതരാണെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായിട്ട്. ഒന്ന്, യേശു ചെയ്ത തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്. 2, യേശു നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ യേശു നമ്മുടെ സ്നേഹിതരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 3, നമ്മൾ സ്നേഹിതരാണെങ്കിൽ നമ്മൾ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ആ സ്നേഹബന്ധത്തിൽ തുടരുക. ഈ സ്നേഹിതരുടെ സ്ഥാനത്തേക്കുള്ള വിളി മനസ്സിലാക്കണം. യേശുവാണ് നമ്മളെ തിരഞ്ഞെടുത്തത്, അവിടെ നിന്നാണ് നമ്മളെ അയക്കുന്നത്.
നമുക്കൊരു ദൗത്യമുണ്ട്. അത് ഫലം പുറപ്പെടുവിക്കാനുള്ളൊരു വിളിയാണത്, ഒരു സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു അയക്കലാണത് എന്ന് വ്യക്തമാക്കി തരികയാണ് 15-ാം അധ്യായത്തിൻ്റെ ഈ 2-ാം ഭാഗത്ത്. അങ്ങനെ യേശു പ്രത്യേകമായിട്ടും ഈ സ്നേഹബന്ധത്തിൽ തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുന്ന ഒരു വേദഭാഗം ഈ മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും രൂപകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതേ തുടർന്ന് ഈ ലോകം നിങ്ങൾ വെറുക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. യേശുവിനെ സ്നേഹിക്കുന്നവരെ ലോകം വെറുക്കാം. ലോകത്തിൻ്റെതായ ചിന്തകൾ, ലോകത്തിൻ്റെതായ വഴികളിലൂടെ നമ്മൾ നടന്നാൽ അവർക്ക് താല്പര്യപ്പെടും. യേശുവിൻ്റെ വഴിയിലൂടെ നാം സ്നേഹബന്ധത്തിൽ നടന്നാൽ ലോകം നമ്മളെ വെറുക്കും. അവിടുന്ന് നമുക്ക് വരാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ 15-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത്. നമ്മൾ യജമാനേക്കാൾ വലിയ ഒരു ദാസനുമില്ല, അല്ലെങ്കിൽ ഒരു ശിഷ്യനുമില്ല. യേശുവിന് ഇതാണ് വരാൻ പോകുന്നത്. യേശുവിന് പീഡാനുഭവത്തെക്കുറിച്ച് കൂടി അവിടുന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഇതാണ്, യേശുവിന് ഇതാണ് ലഭിക്കാൻ പോകുന്നതെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്കെല്ലാമുള്ള പ്രത്യേകത നിങ്ങൾക്കും ഈ വഴി തന്നെ പോകാനുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പല നല്ല പ്രവൃത്തികൾ കാണും. പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒഴിവുണ്ടാകുകയില്ല. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കും. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ കർത്താവ് വിമർശിച്ചുകൊണ്ട് നിങ്ങൾ ലൗകികരായി ഈ ലോകത്തിൻ്റേതായി ജീവിക്കരുത്, യേശുവിൻ്റേതായി ജീവിക്കണമെന്നുള്ള വലിയ അറിയിപ്പ് കൊടുത്തുകൊണ്ട് കർത്താവ് ഈ സുവിശേഷത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവ് യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 15-ാം അധ്യായം അവസാനിക്കുന്നത്. 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് ഈ സുവിശേഷകൻ പറയുന്ന വേദഭാഗമാണത്. പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങൾ നിങ്ങളെ ചെയ്യും എന്നാണ് പറയുക. അവൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെങ്കിൽ സത്യാരൂപി നിങ്ങളുടെ ഇടയിൽ വരികയില്ല. അവൻ വന്ന് 3 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈ ലോകത്തെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അരൂപിയാണ്, നമ്മുടെ മനസ്സാക്ഷിയാണത്. നമ്മൾ തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ, അത് ദൈവത്തിൻ്റെ അരൂപിയാണ്. പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. നീതി മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ട ഒന്നാണ്, നമുക്ക് മാത്രം നേടിയെടുക്കേണ്ട ഒന്നല്ല നീതിയെക്കുറിച്ച്. അതുപോലെ ന്യായവിധിയെക്കുറിച്ച്, വിധിക്കുന്നത് ന്യായം ആയിട്ടായിരിക്കണം, അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് കർത്താവ് പറയുകയാണ്. ഈ സത്യാത്മാവിലുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷണം, ദുഃഖം നിങ്ങളുടെ സന്തോഷമായി മാറും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാകാം, ഞാൻ പോയി കഴിയുമ്പോൾ പക്ഷേ സന്തോഷമായിട്ട് മാറും എന്നുള്ള ഒരു പ്രത്യാശയുടെ വലിയ ഒരു സന്ദേശം കൂടി കർത്താവ് ഈ അധ്യായത്തിലൂടെ കൊടുത്ത് അവരുടെ ദുഃഖത്തെ പരാമർശിച്ച് അവരെ സന്തോഷത്തിലേക്ക് നയിച്ച് ഈ സുവിശേഷത്തിൻ്റെ ഈ 16-ാം അധ്യായത്തിൽ കർത്താവ് സംസാരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുമ്പോൾ ഒരു വിജയശ്രീ ലാളിതനായി കടന്നു പോകുന്ന ഒരു ചിന്ത കൂടി അവർക്ക് കൈമാറുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അങ്ങനെയാണ് 16-ാം അധ്യായം അവസാനിക്കുന്നത്. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവമാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഈ പ്രാർത്ഥന നമ്മൾ സാധാരണ പറയാറുള്ളത് കർത്താവിൻ്റെ പ്രീസ്റ്റ്ലി പ്രെയർ എന്നാണ്. എന്നാൽ ഇതിന് പ്രൊഫറ്റിക്കൽ പ്രെയർ, പ്രവാചക പ്രാർത്ഥന എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം കർത്താവ് തനിക്ക് വേണ്ടി തന്നെ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തേത് കർത്താവ് ഈ സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഈ 3 ഭാഗം? ആദ്യത്തെ ഭാഗം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ടേണിങ് ടു ഗോഡ്, പിതാവിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവിനെ മഹത്വപ്പെടുത്തി തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. എന്ത് കർത്താവ് ചെയ്യാൻ പോകുന്നത്, എന്ത് അവർക്ക് നിത്യജീവൻ നൽകും എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട്. 2, എന്തവൻ ചെയ്തു, അവൻ ഈ ലോകത്തിലെ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ദൈവത്തിന് പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. അത് പിതാവിനെ മഹത്വപ്പെടുത്തി തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. 2-ാം ഭാഗത്ത് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ സംരക്ഷിക്കണമെന്ന് പിതാവിനോട് പറയുകയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഫോർ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഹീസ് പ്രേയിങ് ഫോർ ദം. ആൻഡ് അതിനുശേഷം പറയുന്നു
അവരെ വിശുദ്ധീകരിക്കണം. ഫോർ ദെയർ സാങ്ക്ടിഫിക്കേഷൻ ജീസസ് ഇസ് പ്രേയിങ് ഫോർ ദ ഡിസൈപ്പിൾസ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കുള്ള ഡിവൈൻ പ്രൊട്ടക്ഷൻ. 2, അവർക്കുള്ള സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. മൂന്നാമത്തെ പ്രാർത്ഥന ഈ ലോകത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് യൂണിറ്റിക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ഫെലോഷിപ്പിന് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ സ്നേഹബന്ധമാണ് പ്രത്യേകമായ ചർച്ചാ വിഷയം. ഈ പ്രാർത്ഥന വളരെ മനോഹരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുള്ള ഈ മനോഹരമായ പ്രാർത്ഥനയിൽ, പ്രൊഫറ്റിക്കൽ പ്രെയറിൽ, പ്രവാചക അധിഷ്ഠിതമായ പ്രാർത്ഥനയിൽ 3 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ, 1 തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2 തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കണം, ഈ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നും അവരെ ശുദ്ധീകരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തേത്, ഈ ലോകത്തിലുള്ള സമസ്ത മനുഷ്യരും കൂട്ടായ്മയിൽ ജീവിച്ച് ഒരിടയൻ ഒരു തുരുത്തും ആകുന്ന രീതിയിൽ ഐക്യത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 17 അധ്യായങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും അവസാനമുള്ളത് 18ഉം 19ഉം അധ്യായങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ കാണുക. 18ഉം 19ഉം അധ്യായങ്ങൾ കർത്താവിൻ്റെ പീഡാനുഭവ മരണമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 18ഉം 19ഉം അധ്യായങ്ങൾ, 20-ാം അധ്യായം കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറയുന്ന അധ്യായം, 21-ാം അധ്യായം അതിൻ്റെ എപ്പിലോഗ് എന്ന രീതിയിൽ പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടു എന്ന് പറയുന്ന സഭാ പാരമ്പര്യങ്ങളോട് ചേർന്ന് പോകുന്ന ഇതിൻ്റെ സമാപന ഭാഗം. ഇപ്പോൾ നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സുവിശേഷത്തിന്, ഈ യോഹന്നാൻ്റെ പീഡാനുഭവ വിവരണത്തിന് പ്രത്യേകതകളുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പീഡാനുഭവ വിവരണമുള്ളത്. സമാന്തര സുവിശേഷങ്ങളിൽ യേശു ഒരു ഇരയായി നിൽക്കുന്നുവെങ്കിൽ 4-ാം സുവിശേഷത്തിൽ യേശു ഒരു രാജാവായിട്ട് നിൽക്കുന്നു. അത് വിജയശ്രീലാളിതനായി നിൽക്കുന്നു. അവിടുന്ന് വിധിക്കപ്പെടുന്നവനല്ല, വിധിക്കുന്നവനാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ പീഡാനുഭവ വിവരണത്തിന് ചില പ്രത്യേകതകളുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിന്. ഒന്ന്, അതിൻ്റെ അപ്പോളജറ്റിക് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ പ്രതിരോധിക്കുന്ന ഒരു സമീപനം. ആരാണ് അതിൻ്റെ പ്രതിയോഗികൾ? ഈ സുവിശേഷത്തിൻ്റെ അവതരണമനുസരിച്ച് യഹൂദരാണ് കർത്താവിൻ്റെ പ്രതിയോഗികൾ. പീലാത്തോസിൻ്റെ അടുക്കൽ അവരാണ് കൊണ്ടുപോകുന്നത്. പീലാത്തോസിനെ ഇപ്രകാരം ഒരു വിധി നടത്തുവാനായിട്ട് നിർബന്ധിക്കുന്നത് യഹൂദരാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു അപ്പോളജറ്റിക് ക്യാരക്ടർ, അതൊരു പ്രതിരോധ ശൈലിയുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റും. അവിടെ യഹൂദ സമൂഹത്തോടുള്ള ഒരു എതിർപ്പായിട്ടാണ് ഈ സുവിശേഷ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. 2 തരത്തിലുള്ള കുറ്റങ്ങളാണ് യേശുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടത്. ഒന്ന്, രാജ്യദ്രോഹപരം. അവിടുന്ന് വേറൊരു രാജാവ് ഇവിടെ ഉണ്ടായിരിക്കുന്നു, ഒരു രാജാവിനെതിരായിട്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, യഹൂദ നിയമലംഘനം, പ്രധാനമായും ദൈവദൂഷണം പറയുന്നു. ഞാനും പിതാവും ഒന്നാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെ പറയുന്നത് ദൈവദൂഷണമാണ് അവരെ സംബന്ധിച്ച്. ഈ 2 കാരണങ്ങളാൽ, അതുകൊണ്ടാണ് 2 തരത്തിലുള്ള വിചാരണ യേശുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുക. ഒന്ന്, പ്രധാന പുരോഹിതന്മാർ യേശുവിനെ വിചാരണ ചെയ്യുന്നു. ദൈവദൂഷണത്തിന് അവരാണ് വിചാരണ ചെയ്ത് കുറ്റം വിധിക്കേണ്ടത്. അതേസമയം തന്നെ ഒരാൾക്ക് മരണശിക്ഷ വിധിക്കുവാനായിട്ട് അധികാരം അവർക്കില്ല, യഹൂദർക്കില്ല. അതുകൊണ്ട് പീലാത്തോസിൻ്റെ അടുക്കൽ അവർ കൊണ്ടുചെന്ന് പീലാത്തോസിന് മുമ്പിൽ നിർത്തി പീലാത്തോസിന് ഇഷ്ടമുള്ള ഒരു കാര്യം അവതരിപ്പിച്ചുകൊണ്ട് അവൻ മറ്റൊരു രാജാവാണെന്ന് തന്നെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിധി കൽപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ബറാബാസിനെ വിട്ടു കൊടുക്കാമെന്ന് പീലാത്തോസ് പറയുമ്പോൾ പോലും അത് വേണ്ട, ബറാബാസ് കള്ളനാണ്, കൊള്ളക്കാരനാണ്, പക്ഷേ അവനെ പോലും വിട്ടുതരിക, യേശുവിനെ വിട്ടുതരണ്ട, യേശുവിനെ ക്രൂശിൽ തറയ്ക്കുക എന്നവർ ആക്രോശിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ വിചാരണ, ഒന്നാമത്തെ ചിന്ത ഇപ്രകാരം അപ്പോളജറ്റിക് ക്യാരക്ടർ. രണ്ടാമത്തേത് ദൈവശാസ്ത്രപരമായ ഒരു സ്വഭാവം, ഡോക്ട്രിനൽ ക്യാരക്ടർ എന്ന് പറയും. യേശുവിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇരയായിട്ടല്ല, ഈ സംഭവങ്ങളുടെ നിയന്താവായിട്ടാണ്, നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ സംഭവത്തിൻ്റെ ഒരു കൺട്രോളറായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ യേശു ഗത്സമനിൽ രക്തം വിയർക്കുന്നില്ല. അതുപോലെ യൂദാസ് വന്ന് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നില്ല. അതുപോലെ കാഴ്ചക്കാർ യേശുവിനെ പരിഹസിക്കുന്നതായി പറയുന്നില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലമാ സബക്താനി എന്ന വിലാപമുണ്ടാകുന്നില്ല. അതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 2 കള്ളന്മാരുടെ മധ്യേ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നില്ല. അവിടെ സുവിശേഷകൻ പറയുന്നത് 2 പേരുടെ മധ്യേ ഉള്ളൂ. ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് പോലെ ഇടതേ കള്ളനും വലതേ കള്ളനും അവരുടെ ഇടയിൽ യേശുവിൻ്റെ സംഭാഷണം, അതൊന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ല. കള്ളന്മാരുടെ ഇടയിൽ യേശുവിനെ കുരിശിക്കുന്നു എന്ന് പോലും പറയാത്ത ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുക. അതേസമയം തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു
തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് അറസ്റ്റിന് വഴിയൊരുക്കുന്നത്. അല്ലാതെ യൂദാസ് വന്ന് ഒറ്റിക്കൊടുത്ത് യേശുവിനെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ന്യായാധിപൻ്റെ മുമ്പിൽ ശാന്തനായി നിന്നുകൊണ്ട് വിധി വാചകങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ക്രോസ് വിസ്താരത്തിന് മുമ്പിൽ വളരെ കൃത്യമായി നിന്നുകൊണ്ട് സംസാരിക്കുന്ന യേശുവിനെയാണ് നമ്മളവിടെ കാണുക. അവിടുന്ന് ഒരു രാജകീയമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വിധി കേൾക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പീഡാനുഭവ വിവരണത്തിൽ 4 പ്രധാന ആശയങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, ദി അവർ ഓഫ് ജീസസ്, കർത്താവിൻ്റെ തിരുമണിക്കൂർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. സമയത്തിൻ്റെ പൂർത്തിയിലാണ് യേശു ഈ ലോകം വിട്ടുപോകുക. 2, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത്, എക്സാൾട്ടേഷൻ ഓഫ് ദി സൺ ഓഫ് ഗാഡ്, സൺ ഓഫ് മാൻ എന്നുള്ള ആശയം. എല്ലാവരും യേശു കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും യേശുവിലേക്ക് ആകർഷിക്കുമെന്നാണ് യോഹന്നാൻ പറയുക. മറ്റു സുവിശേഷങ്ങളിൽ യേശു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാവരും ഓടിയകന്നു. ഇവിടെ എക്സാൾട്ടേഷൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഓൺ ദി ക്രോസ് എന്ന് പറയുന്നത് ഈ കുരിശ് മഹത്വമാണ് എന്നുള്ള ഈ യോഹന്നാൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പിൻബലം നൽകുന്ന അവതരണമാണ് നമ്മൾ കാണുക. 3, രക്ഷാകരമായ ലക്ഷ്യം, സോറ്റേരിയോളജിക്കൽ ഓർ സാൽഫിക് മോട്ടീവ്. രക്ഷാകരമായ ലക്ഷ്യം, യേശു ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും രക്ഷിക്കും, രക്ഷയാണ് എല്ലാവരുടെയും അത്. 4മത്തെ ചിന്ത, കർത്താവിൻ്റെ രാജ്യത്വം, ദി കിങ്ഷിപ്പ് ഓഫ് ജീസസ്, അത് ഉയർത്തി കാണിക്കുക. അതുകൊണ്ടാണ് കേവലം ഒരു പീഡാനുഭവത്തിൻ്റെ ഒരു നന്ദിയിൽ, ഒരു സൂചനയിലല്ല കർത്താവിൻ്റെ ഈ വിചാരണയും ക്രൂശുമരണവും എല്ലാം കാണുക. അവിടെ കർത്താവ് വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഒരു എല്ലാ ഈ സംഭവങ്ങളുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ്. അത് യോഹന്നാൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനിയും വിധിക്കപ്പെടേണ്ടവൻ, നമുക്കറിയാം കർത്താവിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് കർത്താവിനെ ബന്ധിക്കുന്ന സംഭവം 18-ാം അധ്യായത്തിൽ പറയുന്നിടത്തേക്കാണ് തിരിച്ചു വരികയാണ്. മറ്റ് സുവിശേഷങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ യൂദാസ് വന്ന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു, ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്നു. അപ്പോൾ ചുംബനം കിട്ടുമ്പോൾ യേശു ചോദിക്കുന്നതിനെ സ്നേഹിത എന്ന് അവനെ വിളിക്കുന്നുണ്ട്. അത് സ്നേഹചുംബനമല്ല. ചുംബനം 2 രീതിയിൽ ചെയ്യാം. ചുംബനം സ്നേഹചുംബനവും ചെയ്യാം. ഇത് കർത്താവിനെ ചൂണ്ടിക്കാണിക്കാൻ അവൻ കൊടുത്തൊരു അടയാളമാണ്. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് യേശു, അവനെ നിങ്ങൾ പിടിക്കണം. അവർക്ക് പരിചയമില്ല യേശു ആരാണെന്ന്. ഈ രീതിയിലാണ് മറ്റ് സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് അത് തോട്ടത്തിലേക്ക് പോകുന്നു. ഈ ഒരു തോട്ടത്തിൽ ആരംഭിച്ച് തോട്ടത്തിൽ അവസാനിക്കുന്ന ഒരു അവതരണ ശൈലി ഈ സുവിശേഷത്തിലെ പീഡാനുഭവ അവതരണ ശൈലിയാണ്. അത് ആ തോട്ടത്തിൻ്റെ പേര് പറയുന്നില്ല. ഗത്സമൻ തോട്ടം എന്നുള്ളത് യോഹന്നാൻ പരാമർശിക്കുന്നില്ല. കെദ്രോൺ അരുവിയുടെ അക്കരെ ഉള്ള ഒരു തോട്ടം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ തോട്ടം, അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ കൊടുത്ത യൂദാസും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ അവിടെ പ്രാർത്ഥിക്കുവാൻ വരുമായിരുന്നു. എന്നിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യഹൂദർ, തൻ്റെ പ്രതിയോഗികൾ വാളും വട്ടകയുമായി യേശുവിനെ പിടിക്കുവാൻ വരുന്നത്. യേശു തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? അങ്ങോട്ട് ചെന്ന് വെളിപ്പെടുത്തുന്നൊരു യേശു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറായനായ യേശുവിനെ. ഞാൻ തന്നെയാണ്. ഇങ്ങനെ യേശു തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവർ പുറകോട്ട് പോയി കമന്നടിച്ച് നിലത്ത് വീണു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. നീതിമാൻ്റെ മുമ്പിൽ ശത്രുക്കൾക്ക് നിൽക്കുവാൻ പറ്റുകയില്ല എന്നുള്ള പഴയ ഉടമ്പടിയുടെ തിരുവചനം അവിടെ അനർത്ഥമാകുകയാണ്. അപ്പോൾ യേശുവിൻ്റെ മുന്നിൽ വരുന്ന പടയാളികൾ പോയി നിലത്ത് വീണു. വീണ്ടും അവരെഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? യേശു ഞാൻ തന്നെയാണെന്ന് വീണ്ടും യേശു പറയുന്നു. അങ്ങനെയാണ് യേശു തന്നെ കൈയാളിച്ച് വിട്ടുകൊടുക്കുമ്പോഴാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നത്. ആ സംഭവം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് വാളൂരി അവിടെ ആ ഭൃത്യനെ വെട്ടുന്ന സംഭവമൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പത്രോസിനോട് യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പ്രധാന പുരോഹിതൻ്റെ അടുക്കിലേക്ക് യേശുവിനെ ബന്ധിച്ച് അവർ കൊണ്ടുപോവുകയാണ്. പ്രധാന പുരോഹിതൻ ആദ്യം കൊണ്ടുപോകുന്നത് അന്നാസിൻ്റെ അടുക്കിലേക്കാണ്. കാരണം കയാഫാസിൻ്റെ അമ്മായിയപ്പനായിരുന്നു അന്നാസ്. അതുകൊണ്ട് അവൻ്റെ അടുക്കൽ ആണ് ആദ്യം വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അന്നാസിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത്.
പത്രോസ് ആ പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് കയറുവാൻ അവന് അനുവാദം കിട്ടിയില്ല. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ശിഷ്യന് പരിചയമുണ്ടായിരുന്നതുകൊണ്ട് അവൻ കടന്നു ചെന്നു. അവൻ പത്രോസിന് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തി. അങ്ങനെ പത്രോസിനെ ആ മുറ്റത്ത് പ്രവേശിപ്പിക്കുകയാണ്. ഗേറ്റിങ്കിൽ വെച്ച് തന്നെ പത്രോസിനെ തിരിച്ചറിഞ്ഞ പരിചാരകർ അവർ പറഞ്ഞു, ഇവനും അവനോട് കൂടിയുള്ളവനാണ്. പത്രോസ് നിഷേധിച്ചു. വീണ്ടും അവൻ അവരോടൊപ്പം തീ കായുവാൻ പോയിരുന്ന സമയത്ത് പത്രോസിനോട് അവർ വീണ്ടും അവിടെയുള്ള പരിചാരിക വന്ന് പറയുകയാണ്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല എന്നവൻ പറഞ്ഞു. തണുപ്പായിരുന്നാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന സമയത്താണ് കോഴി കൂകുന്നത്. ആ സമയത്താണ് പത്രോസ് തൻ്റെ തെറ്റിനെക്കുറിച്ച് തിരിച്ചറിയുന്നത്. അവൻ കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് കർത്താവിനെ തള്ളിപ്പറയും എന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ വചനം അവൻ അനുസ്മരിക്കുന്നത്. അതിനുശേഷം പ്രധാന പുരോഹിതൻ അവനെ ചോദ്യം ചെയ്യുന്നു. ദൈവദൂഷണം പറഞ്ഞോ എന്നുള്ള ചോദ്യം ചെയ്യൽ. അതിനുശേഷം പത്രോസ് അവനെ മൂന്നാമത് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് പീലാത്തോസിന് മുന്നിലേക്ക് ഈ യേശുവിനെ വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ്. പൊളിറ്റിക്കൽ ട്രയലിന് വേണ്ടി ആദ്യമുള്ളത് ഒരു റിലീജിയസ് ട്രയലാണ്. അതാണ് പ്രധാന പുരോഹിതന്മാരുടെ ഭവനത്തിൽ നടന്നത്. അതിനുശേഷം കുരിശിൽ തൂക്കുവാൻ ഉള്ള അധികാരം റിലീജിയസ് വേർഡിക്റ്റിനില്ല, അല്ലെങ്കിൽ അവരുടെ വിധിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകുന്നു. പീലാത്തോസ് ആകട്ടെ അന്ന് അവനെ യേശുവിൻ്റെ യാഫാസിൻ്റെ അടുത്ത് നിന്നും പ്രത്തോറിയത്തിലേക്ക് അവനെ കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രിത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്ത് ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അപ്പോൾ അകത്ത് നിൽക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പ്രിത്തോറിയത്തിൽ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാതെ വന്നപ്പോൾ യേശുവിനോട് ചോദിച്ചിട്ട് ഈ മനുഷ്യരുടെ ഇടയിൽ വന്ന് അതിൻ്റെ കാര്യങ്ങൾ പീലാത്തോസ് കൈമാറുകയാണ്. അങ്ങനെ 7 പ്രത്യേകമായ സീനുകളാണ് നമുക്കിവിടെ ഉള്ളത്. അകത്ത് പുറത്ത് എന്ന രീതിയിൽ. ഈ സീനുകളിൽ പീലാത്തോസ് വന്ന് അവർ ചോദിക്കുമ്പോൾ കർത്താവ് വളരെ നിശ്ചലനായി അവിടെ നിൽക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു കോർട്ടിൽ വിധിയാളൻ അതിൻ്റെ ഇരിപ്പിടത്തിലിരിക്കുന്നു, പിയൂൺ അല്ലെങ്കിൽ മറ്റുള്ളവർ നടക്കുന്നു. ഇത് പകരം കർത്താവ് അവിടെ തന്നെ നിൽക്കുന്നു. ഈ പീലാത്തോസ് എഴുന്നേറ്റ് പുറത്തു പോയി ജനങ്ങളോട് സംവദിക്കുന്നു, തിരിച്ചു വന്ന് യേശുവിനോട് ചോദ്യം ചെയ്യുന്നു. ഈ രീതിയിലുള്ള വിചിത്രമായ വളരെ രസകരമായ ഏതാനും സീനുകൾ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവതരണത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ നമുക്കിവിടെ 3-4 സീനുകൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. ഒന്ന്, സാർവത്രിക പ്രാധാന്യമുള്ള ഹെബ്രായ, ഗ്രീക്ക്, ലത്തീൻ എന്നീ 3 ഭാഷകളിൽ ഇവൻ ഇസ്രായേൽക്കാരുടെ രാജാവ്, യഹൂദരുടെ രാജാവായ നസറായനായ യേശു INRI എന്ന് എഴുതി വെച്ചു. നമ്മളിന്ന് കുരിശിൽ കാണുന്ന INRI, യേസൂസ് നസറയനൂസ് എറക്സിയോദയോരും. ലത്തീൻ, ഗ്രീക്ക്, ഹെബ്രായ ഭാഷകളിൽ കർത്താവിൻ്റെ കുരിശിന് മുകളിൽ എഴുതപ്പെട്ട വചനമാണിത്. കർത്താവ് യഹൂദരുടെ രാജാവായ നസറായനായ യേശു, അതിൻ്റെ ചുരുക്കെഴുത്താണ് INRI. ഇപ്രകാരം ഉള്ള ഒരു ഫലകം യേശുവിൻ്റെ കുരിശിന് മുകളിൽ തൂക്കി. ഈ സംഭവം യോഹന്നാനിൽ മാത്രം നാം കാണുന്നതാണ്. അതുപോലെ തന്നെ യേശുവിനെ വിധിക്കുന്നതിന് മുമ്പ് തന്നെ രാജകീയമായ ഒരു ചുവന്ന പട്ടുവസ്ത്രം അവനെ ധരിപ്പിക്കുന്നത്, മുൾക്കിരീടത്തോടൊപ്പം ധരിപ്പിക്കുന്നത് യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ അമ്മയും സ്നേഹിച്ചിരുന്ന ശിഷ്യനും തൻ്റെ കുരിശിന് ചുവട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ അമ്മയായി മാതാവിനെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും തൻ്റെ ശിഷ്യനെ തൻ്റെ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുവാനും സാധിച്ച ആ സീൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ കാണുക. അതുപോലെ തന്നെ യേശു കുരിശിൽ കിടക്കുമ്പോൾ അവിടുന്ന് മരിച്ചു കഴിഞ്ഞോ എന്ന് മനസ്സിലാക്കി അവന് തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അത് കണ്ടയാൾ തന്നെ സാക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ സീൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ കാണുക. ഇപ്രകാരമുള്ള ദൈവശാസ്ത്രപരമായ പ്രത്യേക സീനുകളും എല്ലാം ചേർത്ത് ഈ പീഡാനുഭവ സംഭവത്തെ അവതരിപ്പിക്കുന്ന യോഹന്നാൻ്റെ പ്രത്യേകത ദൈവശാസ്ത്രപരമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇനിയും നമ്മൾ ഈ സുവിശേഷത്തെ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മൾ കാണുന്നത് യേശു മരണത്തിന് വിധിക്കപ്പെടുകയാണ്. മരണത്തിന് വിധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ യേശുവിനെ അടുപ്പിച്ച് ചമ്മട്ടി അടുപ്പിച്ച് പടയാളികൾ മുൾക്കിരീടവും എല്ലാം കൊടുത്ത് ചുവന്ന മേലങ്കിയും ധരിപ്പിച്ച് അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ കളിയാക്കി അവനെ അടിച്ച് അവനെ പറഞ്ഞു വിടുമ്പോൾ യേശു പുറത്തേക്ക് കുരിശും എടുത്തുകൊണ്ട് വരികയാണ്. ആരും അവന് കുരിശ് വെച്ചു കൊടുക്കുന്നതല്ല, അവൻ സ്വയമേവ കുരിശും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പീലാത്തോസ് അവനെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ കൊണ്ടുപോയി അവനെ ക്രൂശിച്ചു കൊള്ളുവിൻ, എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ ദൈവപുത്രനായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും യേശുവിനെ ചോദ്യം ചെയ്യുവാൻ കയറി യേശുവിനോട് പിന്നീടും ചോദ്യം ചെയ്യുകയാണ്. അവസാനം യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം എബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നതിൽ നിന്ന് സമയവ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. യേശുവിനെ ക്രൂശിൽ തൂക്കുവാനായിട്ട് അവർ വിട്ടുകൊടുക്കുകയാണ്. അവർ യേശുവിനെ ഏറ്റുവാങ്ങി സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം എബ്രായ ഭാഷയിൽ ഗൊൽഗാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് സുവിശേഷങ്ങളിൽ മറ്റുള്ളവർ വെച്ചു കൊടുക്കുന്ന കുരിശാണ്. ഇവിടെ യേശു തന്നെ കുരിശും എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശീർഷകം, അതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശിനരികിൽ നിൽക്കുന്ന അമ്മയും ശിഷ്യനും തമ്മിലുള്ള ശിഷ്യനെയും കണ്ടപ്പോൾ അവർ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുന്ന സീന്, അതിനുശേഷം യേശുവിൻ്റെ മരണം, അവിടെ പാർശ്വം പിളർക്കപ്പെടുന്ന സംഭവം, ഇതെല്ലാം യോഹന്നാൻ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ തൻ്റെ പീഡാനുഭവ അവതരണം പൂർത്തിയാക്കുന്നത്. അത് കഴിഞ്ഞ് യേശുവിനെ ക്രൂസിൽ തൂക്കിയ യേശുവിനെ സംസ്കരിക്കുവാനായിട്ട് ഉള്ള ഒരു സീൻ 19-ാം അധ്യായം 38 മുതലുള്ള വചനഭാഗത്ത് യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിക്കുകയാണ്. അവിടെ നിക്കോദേമോസും കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം 19-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ നിക്കോദേമോസ് വരുന്നു. നിക്കോദേമോസ് 3 പ്രാവശ്യമാണ് ഈ സുവിശേഷത്തിൽ കടന്നു വരിക. 3-ാം അധ്യായത്തിൽ കർത്താവിനെ ഗുരുവായിട്ട് അംഗീകരിച്ചുകൊണ്ട് കടന്നു വരുന്നു. 2-ാമത്തെ ഭാഗത്ത് 7-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ കർത്താവിന് വേണ്ടി വാദിക്കുന്ന നിക്കോദേമോസ് കടന്നു വരുന്നു. ഇവിടെ വീണ്ടും 19-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ കർത്താവിനെ സംസ്കരിക്കുവാനായിട്ട് അവൻ കടന്നു വരുന്നു. അവൻ സുഗന്ധ കൂട്ടുകളുമായി അരിമത്യക്കാരൻ ജോസഫിനോടൊപ്പം വന്ന് യേശുവിന് വളരെ രാജകീയമായ ഒരു സംസ്കാരമാണ് നൽകുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവർ അവനെ തുണിയിൽ ചുറ്റി കല്ലറയിൽ വെച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ റോയലായിട്ടുള്ള രാജകീയമായിട്ടുള്ള ഒരു സംസ്കാരം യേശുവിന് കൊടുക്കുന്നതായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്നു. ആരെയും ഒരിക്കലും സംസ്കരിച്ചിട്ടില്ലാത്ത കല്ലറയിൽ അവനെ സംസ്കരിക്കുന്നു. അതൊരു തോട്ടമുണ്ടായിരുന്നു, ആ തോട്ടത്തിലായിരുന്നു കല്ലറ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കെദ്രോൺ വാലിക്ക് താഴ്വരയ്ക്ക് അക്കരെയുള്ള തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ആ സീനോടുകൂടി ആരംഭിക്കുന്ന പീഡാനുഭവം ഈ തോട്ടത്തിൽ ആരെയും അടക്കാത്ത കല്ലറയിൽ സംസ്കരിക്കുന്നതോടുകൂടിയാണ് തീരുന്നത്. അതുകൊണ്ട് ഒരു ഗാർഡനിൽ ആരംഭിച്ച് ഗാർഡനിൽ അവസാനിക്കുന്ന, തോട്ടത്തിൽ ആരംഭിച്ച് തോട്ടത്തിൽ അവസാനിക്കുന്ന ഒരു അവതരണ രീതി യോഹന്നാൻ സ്വീകരിച്ചിരിക്കുന്നു. 2-ാമത് പ്രധാന പുരോഹിതനായ അന്നാസിന് മുമ്പിൽ നിൽക്കുന്ന യേശു, 3-ാമത് പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന റോമൻ വിചാരണ, 4 കാൽവരിയിൽ യേശു കുരിശും വഹിച്ചു കൊണ്ടുപോയി അവിടെ തൂക്കപ്പെടുന്ന സംഭവം, 5-ാമത്തത് തോട്ടത്തിൽ സംസ്കരിക്കപ്പെടുന്ന സംഭവം. ഈ 5 എപ്പിസോഡിലൂടെയാണ് പീഡാനുഭവ സംഭവം 18-ഉം 19-ഉം അധ്യായത്തിൽ യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം യേശു സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൽ ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് പോയി എന്ന് പറയുന്നു. ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരുന്നതായി അവൾ കണ്ടു. യേശുവിനെ ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് അവൾ കരുതി. അതുകൊണ്ട് അവൾ ഓടുകയാണ് പത്രോസിൻ്റെ അടുക്കിലേക്കും യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെ അടുക്കിലേക്കും. അവരുടെ അടുക്കൽ ഓടിച്ചെന്ന് അവൾ പറയുകയാണ്, യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല,
ആരോ അവനെ എടുത്തു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ പത്രോസും യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനും ഓടുന്ന ഒരു സംഭവം കല്ലറയിലേക്ക്. ഈ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനെ മറികടന്ന് ഓടുന്നു. കാരണം സ്നേഹിച്ചിരുന്ന ശിഷ്യന് മറികടന്ന് ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ, അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണല്ലോ. എങ്കിലും ചിലർ പറയുന്നു പത്രോസിന് പ്രായമായതുകൊണ്ടും മറ്റവൻ ചെറുപ്പക്കാരനായിരുന്നുകൊണ്ടുമാണ് കടന്നു ഓടിയതെന്ന്. ഏതായാലും ഈ ആദ്യമെത്തിയ ശിഷ്യൻ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പത്രോസ് വന്ന് ആ കല്ലറയിൽ ആദ്യമായി ഇറങ്ങി മൃതശരീരം ഇല്ല എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. മൃതശരീരമുണ്ട് എങ്കിൽ പുരോഹിത കൂട്ടായ്മയിലുള്ള ശിഷ്യനായിരിക്കാം സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. അങ്ങനെയെങ്കിൽ അവൻ അതിൽ അശുദ്ധനായി പോകാതിരിക്കാനാണ് കല്ലറയിലേക്ക് പ്രവേശിക്കാതിരുന്നത് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. പത്രോസിന് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് പറയുന്ന മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും പത്രോസ് ആദ്യം ഇറങ്ങി കല്ലറയിൽ ശൂന്യമായ കല്ലറ കണ്ടു. അവിടെ അവനെ പൊതിഞ്ഞിരുന്ന കച്ച അവിടെ ഉരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. മുഖം മൂടിയിരുന്ന തൂവാല മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അവൻ യേശുവിൽ വിശ്വസിച്ചു. പിന്നാലെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനും കണ്ടു, അത് വിശ്വസിച്ചു എന്നാണ് പറയുക. അപ്പസ്തോലിക വിശ്വാസമാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് പത്രോസിൻ്റെയും ഈ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെയും വിശ്വാസം ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. അവർ അന്നുവരെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെടും എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അന്ന് അവർ വന്നു കണ്ടു വിശ്വസിച്ചു എന്ന് പറയുന്നത് അവർ അതുവരെ അങ്ങനെയുള്ള തിരുവെഴുത്ത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചു എന്നാണ്. മറിയം മഗ്ദലന ആദ്യം കല്ലറയെങ്കിൽ പോയെങ്കിലും അവളെ ഈ കർത്താവിൻ്റെ ഉയർപ്പ് വിശ്വസിച്ചവളായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷമാണ് മഗ്ദലന മറിയം കല്ലറയിലേക്ക് വീണ്ടും പോകുന്നത്. അവിടെ വെച്ച് അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുമ്പോൾ അവളോട് പറയുന്നത്, നീ എന്നെ തുടരരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന്. അപ്പോൾ അന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പിതാവെന്ന് അവകാശപ്പെട്ടിരുന്ന യേശു ഉദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പിതാവിനെ വീണ്ടും എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ലോകത്തിന് മുഴുവൻ പിതാവായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു മാനം. ഇതിൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. പൊതുവായിട്ട് പിതാവിൻ്റെ പിതൃത്വം എല്ലാവർക്കും വേണ്ടി സംഭാവന ചെയ്യുകയാണ് യേശു. മഗ്ദലന മറിയം ചെന്ന് കർത്താവിനെ കണ്ടുവെന്നും ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിക്കുന്ന മിഷണറി ആയിട്ട് അവൾ മാറുകയാണ്. വീണ്ടും കർത്താവിൻ്റെ ഉത്ഥാനം, രണ്ട് കാര്യങ്ങളാണ് ഉത്ഥാനം സാക്ഷീകരിക്കപ്പെടുക. ഒന്ന് ശൂന്യമായ കല്ലറ, അതവർ കണ്ടു കഴിഞ്ഞു. ഇനിയും ആ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ് ആവർത്തിച്ച്. ആദ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പൊതുവായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. അതവിടെ തോമസ് ലീഹ ഇല്ലായിരുന്ന ഒരു സംഭവം. തോമസ് യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബലപ്പെടുത്തുന്ന യേശു. ഈ സംഭവം അറിയുന്ന തോമസ്, ഞാൻ യേശുവിനെ കണ്ട് അവൻ്റെ ആണിപ്പഴുതുകൾ കാണണം, അവൻ വിലാപ്പുറത്ത് എൻ്റെ കൈകൾ വയ്ക്കണം, എങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന തോമസ് ലീഹ. ആ തോമസിൻ്റെ അവിശ്വാസമായിട്ട് അത് പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ തോമസ് കൂടി ഉള്ളപ്പോൾ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 8 ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനെയും കൂടി ശക്തീകരിക്കുന്നു. അവൻ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് തൊടാതെ തന്നെ ആ വിശ്വാസം ഏറ്റുപറയുന്നു. യേശു അവിടെ വെച്ച് പറയുകയാണ്, കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്ന അവർ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിലുള്ള ഇന്നത്തെ ആധുനിക സഭ, നാം ഉൾപ്പെടുന്ന സഭ, അത് അനുഗ്രഹീതരാണെന്ന് കർത്താവ് അന്നേ പ്രഖ്യാപിച്ചതാണ്. കാരണം നമ്മൾ കാണാത്ത ഒരു സംഭവത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. വീണ്ടും 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ്. തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന യേശു അത്ഭുതകരമായ മത്സ്യബന്ധനത്തിലൂടെ അവരോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് നിങ്ങൾ വലയിടുക എന്ന് പറഞ്ഞുകൊണ്ട് 153 മത്സ്യങ്ങൾ കിട്ടത്തക്കവണ്ണം അത്ഭുതകരമായ ഒരു മത്സ്യബന്ധനത്തിലൂടെ അത് കർത്താവാണെന്ന് യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന മനോഹരമായ സംഭവമാണ് 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അവിടെ യേശു കർത്താവാണെന്ന് അവർ വിശ്വസിച്ച് ഏറ്റുപറയുന്ന, അവർക്കത് മനസ്സിലാകുന്ന സംഭവം, അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുന്ന യേശു, അവർക്ക് പ്രാതൽ കൊടുക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അത് കർത്താവ് തന്നെയെന്ന് ആണോ എന്ന് ചോദിക്കുവാൻ അവരാരും മുതിർന്നില്ല. അതുപോലെ ശിഷ്യരെല്ലാവരും യേശു വിശ്വസിച്ചെന്ന് പറയുന്ന ഒരു സംഭവത്തോടു കൂടിയാണ് 21-ാം അധ്യായത്തിലെ അത്ഭുതകരമായ മത്സ്യബന്ധന സംഭവം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അവസാനമായിട്ട് പത്രോസിനെ വീണ്ടും അജപാലകനായിട്ട്
നിയമിക്കുന്ന ഒരു സംഭവം പറയുകയാണ്. സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഈ പ്രാതൽ കഴിഞ്ഞ് പോകുമ്പോൾ ശിമിയോൻ പത്രോസിന് കർത്താവ് ചോദിക്കുകയാണ്, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ 3 പ്രാവശ്യം അവനോട് ചോദ്യം ആവർത്തിക്കുന്നു. അവൻ ഏറ്റുപറയുന്നു. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ സഭയുടെ അജപാലന ദൗത്യം അവനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന സംഭവം. ആ സമയത്ത് അവർ ഒരുമിച്ച് പോകുമ്പോൾ കർത്താവ് അവൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അങ്ങനെ പോകുന്ന അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കാണുന്നു. ആ ശിഷ്യൻ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശിഷ്യനായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. മരിക്കാത്ത ശിഷ്യനല്ല, ഞാൻ വരുന്നതുവരെ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവനാണെങ്കിൽ നിനക്കെന്ത് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് പത്രോസിനോട് പ്രത്യേകമായിട്ട് സംസാരിക്കുന്ന ഭാഗം. അതുകൊണ്ട് ആ ശിഷ്യൻ തന്നെയാണ് കർത്താവിന് വേണ്ടി ഈ സാക്ഷ്യം നൽകിയത്. അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാം സുവിശേഷം അവസാനിക്കുന്നത്. മനോഹരമായ ഈ സുവിശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര ചിന്തകൾ കൈമാറുന്ന ഒരു സുവിശേഷം എന്ന നിലയിൽ ഇത് ശ്രവിച്ചവരെ, ഈ ക്ലാസ്സുകളിലൂടെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ, എൻ്റെ ഈ ചെറിയ അവലോകനം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.